ഇന്ന് പരിശുദ്ധ മുഹറമിന്റെ 29ാമത്തെ ദിവസം. മുഹറം 29. ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള മുഹറമിന്റെ ഒരു 10ാമത്തെ ദിവസം മഹാനായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വലിയ സന്തോഷം കൊടുത്ത ദിവസമായിരുന്നു. മൂസാ നബിക്ക് മാത്രമല്ല, ആ സന്തോഷം തുടർന്ന് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഒരുപാട് കാലം മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ അനുയായികളെയും വേദനിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ ധിക്കാരിയായ ഫറോവയെ അല്ലാഹു തആല നശിപ്പിച്ച ദിവസമായിരുന്നു. ഫറോവ മാത്രമല്ല, ഫറോവയോട് കൂടിയിട്ട് 6 ലക്ഷത്തോളം വരുന്നവന്റെ പട്ടാളങ്ങളെ വെള്ളത്തിൽ മുക്കി നശിപ്പിച്ച ദിവസമാണ്. 6 ലക്ഷത്തോളം വരുന്നവന്റെ പട്ടാളം. എത്ര ആളായിരിക്കും? വേണമെങ്കിൽ ഒരു വാദപരിപാടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സലാത്തിന്റെ മജലിസിൽ ഒരു 500 ആൾ കൂടുമ്പോൾ തന്നെ ഭയങ്കര ആളാണ്. 6 ലക്ഷം ആളെന്ന് പറഞ്ഞാൽ എത്ര ആളാണ്? 6 ലക്ഷത്തോളം വരുന്ന ഫറോവ അടക്കമുള്ളവന്റെ പട്ടാളങ്ങളെ വെള്ളത്തിൽ മുക്കിയിട്ട് നശിപ്പിച്ച ദിവസം. അപ്പൊ ആ ദിവസം മൂസാ നബി അലൈഹിസ്സലാമിന് എത്ര സന്തോഷം ഉണ്ടാവും! ഭയങ്കര ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസമാണ് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, നീ എത്ര വലിയ നിയമത്താണ് ചെയ്തത്, എത്ര വലിയ സന്തോഷമാണ് ജീവിതത്തിൽ നീ ചെയ്തു തന്നത്, എന്തെങ്കിലും നിനക്ക് ഞാൻ നന്ദി ചെയ്യട്ടെ, എന്റെ ഭാഗത്തിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു നന്ദി നിനക്ക് വേണ്ടി പടച്ചോനെ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത് നന്ദിയായിട്ട്? മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ മറുപടി, മൂസ, നീ നന്ദിയായിട്ട് നീയും നിന്റെ ആളുകളും കുറച്ച് ലായിലായില്ലെന്ന് ചെല്ലിയാൽ മതി, കുറച്ച് ലായിലായില്ലെന്ന് ചെല്ലിയാൽ മതി. മൂസാ നബി അലൈഹിസ്സലാം വിചാരിച്ചത് അള്ളാഹുവിനോട് ചോദിക്കും എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയുന്നതാണ്. അള്ളാഹു പറഞ്ഞ എന്താ, ഈ 12 അക്ഷരമുള്ള ലായിലാഹില്ലതയാണ്. ഞാൻ പറഞ്ഞത് 12 അക്ഷരങ്ങളുള്ള ലായിലാഹില്ലത, അതിലുള്ളത് 3 അക്ഷരമാണ്, അലിഫ് ലാം ഹാ. ഇത് ചെല്ലിയാൽ മതി എന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭയങ്കര ബേജാറ്. ഇത്ര ലക്ഷങ്ങൾ ആളുകൾ മുക്കിയിട്ട് അവരെ ഹലാക്കാക്കിയിട്ട് നമ്മൾ ഇത്ര വലിയ ഹാപ്പിയായി നിൽക്കുമ്പോ ഞങ്ങളുടെ നന്ദിയായിട്ടെന്ന് പറയുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ? ധാരണ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതാണ്, മൂസ, നീ എന്താ വിചാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്? ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നീ എന്താ വിചാരിച്ചത്? ഒരു 12 അക്ഷരങ്ങളുള്ള ഒരു കലിമത്ത് എന്നതാണോ? അല്ല മൂസ, ഈ ലോകം മുഴുവനും 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ളത് മുഴുവനും തുലാസിന്റെ ഒരു ഭാഗത്തിൽ വെച്ച് മറ്റേ ഭാഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചു കൊടുത്താൽ ഏറ്റവും അധികം കനമുള്ളത്, ഏറ്റവും അധികം തൂക്കമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ചു കൊടുത്ത തുലാസിന്റെ ഭാഗത്തിനാണ് മൂസ എന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ദിഹിയത്തുൽ ഖൽബി എന്ന് പറയുന്ന ഒരു സഹാബി കിടന്നു. ഒരു മനുഷ്യൻ, അയാൾ അന്ന് സഹാബിയൊന്നുമല്ല, ഒരു തമാടിയായ മനുഷ്യനാണ്. എന്തിനാ കടന്നു വരുന്നത്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാനാണ്. ദീനുൽ ഇസ്ലാം സ്വീകരിക്കാനാണ്. ആ നാട്ടിലുള്ള ഏറ്റവും വലിയ തമാടിയായ റൗഡിയായ ഒരു മനുഷ്യൻ കടന്നു വന്നു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത്. എന്നിട്ട് അയാൾ കലിമ ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു. റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. കടന്നു വന്നതിന് ശേഷമാണ് അയാള് കഴിഞ്ഞുപോയ കാലത്തിൽ ചെയ്ത അദ്ദേഹത്തിന്റെ ഹിസ്റ്ററികൾ റസൂലുള്ളാഹി ഞങ്ങളോട് ഇങ്ങനെ ഓരോന്നായി എടുത്തു പറഞ്ഞു. അക്കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ നബിയെ? ഞാൻ ആരാണ്? ഇസ്ലാമിലേക്ക് വന്നു, റസൂലുള്ളാഹി സ്വീകരിച്ചു. കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ഇസ്ലാമിന്റെ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. എന്താ പറഞ്ഞു? എന്റെ ഈ കൈ കൊണ്ട് ഞാൻ എന്റെ സ്വന്തം ചോര പൈതലുകളായ എന്റെ 70 മക്കളുടെ ജീവനോടെ ഞാൻ കുഴിച്ചു മൂടിയിട്ട് കൊന്നവനാണ് നബിയെ. എന്താ 70 മക്കള് എന്റെ സ്വന്തം മക്കളാ. ആ മക്കളെ, പെണ്ണുമക്കളെ ജീവനോട് കുഴിച്ചു മൂടിയ ആളാണ് നബിയെ. അത്രത്തോളം എന്റെ കൽവിൽ കരുണ എന്നതുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം ചെയ്ത് അത് കേട്ട സ്വഹാബത്തിന്റെ ഭാഗത്തിൽ നിന്നൊരു ഭയങ്കരമായ ഒരു ദ്വേഷത്തിന്റെ നോട്ടം ദിഹിയത്തുൽ ഖൽബിയോടുണ്ടായി. ഇത്രയും പാപം ചെയ്ത ഈ മനുഷ്യൻ അല്ലാഹു കബൂലാക്കുമോ എന്ന ഒരു ചിന്തയോടെ റസൂലുള്ളാഹി ഇരിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തിനാ നബി നിങ്ങൾ ബേജാറാകുന്നത്?
ഈ മനുഷ്യനെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ നബിയെ ഇയാളെ സ്വീകരിക്കാൻ വലിയ മടി? ഇയാളുടെ ജീവിതത്തിൽ എന്ത് തെറ്റ് ചെയ്താലും അയാളുടെ നാവിലൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു തവണ പറഞ്ഞപ്പോ അയാൾ ചെയ്ത പാവങ്ങൾ മുഴുവൻ അള്ളാഹ് അയാൾക്ക് പുറത്തു കൊടുക്കുന്നില്ലേ? കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പവറുള്ള ഒരു വിഷയമാണ്, അത്രയും വലിയ പവറുള്ള വിഷയമാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്തവരല്ല അല്ലെ. എന്നാലും നമ്മുടെ ജീവിതത്തിൽ പലതവണ ഓരോ ദിവസങ്ങളിൽ പല തവണയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കെന്ന് തരുന്ന പ്രതിഫലം എത്ര വലുതായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ജീവിതത്തിൽ ഒരാൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചാൽ അയാൾ പിന്നെ പോകുന്നത് സ്വർഗത്തിലേക്ക് തന്നെയാണ് അയാളുടെ പോകുന്നത്. അപ്പൊ അത്രയും വലിയ വിഷയമാണ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യാഖ്യാനമാണ്, അതിന്റെ അർത്ഥം പറയുന്ന ഒരു വലിയ ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞത്. വലിയ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീറാണ് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞത്. ഇതിലുള്ളത് മുഴുവനും, ഈ ആയത്തുൽ കുർസിയിൽ പറയുന്നത് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥങ്ങളാണ്, അതിന്റെ വ്യാഖ്യാനങ്ങളാണ്, അതിന്റെ ഉള്ളറകളാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ അത് മനസ്സിലാക്കിയിട്ട് ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം അയാളുടെ ജീവിതത്തിൽ ലഭിക്കാൻ അത് കാരണമായിരിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയും അതുപോലെ ആയത്തുൽ കുർസിയും പരിശുദ്ധമായ ഖുർആനിന്റെ മുഴുവൻ ആശയങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഈമാനും തഖ്വയും ഇഖ്ലാസും അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ അല്ലാഹു ഒരുക്കി തരട്ടെ. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് ചെയ്തവരാണ്. ഞങ്ങൾ ഓരോരുത്തരുമായി പടച്ചവനെ ആരൊക്കെ ഞങ്ങളുമായി ഖൈറായ മുറാദുകൾ പറഞ്ഞ് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാ മുറാദുകളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാൻ. എത്രയോ ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ലോ. കൊണ്ട് എന്തെല്ലാം രോഗങ്ങൾ, ചെറിയ മക്കളടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. പടച്ചവനെ അല്ലാഹ് അവർക്കൊക്കെയും പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫാ നൽകണേ അല്ലാഹ്. നമ്മുടെ ഉള്ളിലും പലവിധ രോഗങ്ങളാണല്ലോ, മുട്ടുവേദന, നടുവേദന, തലവേദന, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദനയാണ്. നീ ശിഫയാക്കണേ അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്, യാ കാഫി യാ അല്ലാഹ്, യാ മുആഫി യാ അല്ലാഹ്. പരിപൂർണമായ രൂപത്തിൽ നീ ശിഫ നൽകണേ. വയനാട്ടിന്റെ ഭൂമിയിൽ അല്ലാഹ് എത്രയോ ആളുകൾ മുഅ്മിനീങ്ങളും അല്ലാത്തവരും അല്ലാഹ് അവിടുത്തെ ആ പ്രയാസത്തിൽ അകപ്പെട്ട് പലവിധ ശാരീരികമായ നൊമ്പരങ്ങളും രോഗങ്ങളും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. പടച്ചോനെ ആ പാവങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ ആ രോഗങ്ങളും അവരുടെ ശരീരത്തിൽ ബാധിച്ച പരിക്കുകൾ, ബുദ്ധിമുട്ടുകൾ അത് മുഴുവനും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. എത്രയോ ആളുകൾ അവിടെ മരിച്ചുപോയല്ലോ, അവർക്ക് നീ ശുഹദാഇന്റെ ദർജ നൽകുന്നു. ശുഹദാഇന്റെ ദർജ നൽകുന്നുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ തിരിച്ചു കൊടുത്തവരെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹ് അതുപോലെയുള്ള സർവ്വ മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അവർക്ക് നീ നൽകിയ പരീക്ഷണങ്ങൾ നമുക്ക് നീ ഒരു പാഠമാക്കണേ അല്ലാഹ്. പാഠമാക്കണേ റബ്ബേ. നമ്മുടെ ഈമാൻ നന്നാക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ, നമ്മുടെ ജീവിതം നിന്റെ റൂട്ടിലേക്ക് തിരിക്കാൻ അവർക്ക് നൽകിയ പരീക്ഷണം നമുക്ക് നീ ഒരു പാഠമാക്കി തരണേ അല്ലാഹ്. പാഠമാക്കണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊണ്ടവരെ നീ അനുഗ്രഹിക്കുമ്പോ അവരുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ ഒരു ഹൈറായ ജോലിയില്ലാതെ വേദാനോട് ജീവിക്കുന്ന ആളുകളുടെ പടച്ചവനെ വിസയുടെ അവധി കഴിയാനായി, ഇഖാമയുടെ സമയം കഴിയാനായി പടച്ചവനെ ഒരു വഴിയും നീ കാണാതെ ബേജാറായ ആളുകൾക്ക് നീ വഴി കാണിക്കണേ അവർക്ക്, വഴി കാണിക്കണേ അല്ലാഹ്. അവരെ നീ സന്തോഷിപ്പിക്കണേ അവർക്ക്. കടലിലും കരയിലും അധ്വാനിക്കുന്ന എത്രയോ ആളുകൾ കടലിൽ പോയിട്ട് വലിയ ഒരു സന്തോഷം കിട്ടാതെ തിരിച്ചു വരുന്ന ആളുകളുണ്ട്. വസിയ്യത്ത് ചെയ്തവരാണ് അവർക്ക് വേണ്ട ഹൈറാത്തുകൾ കടലിലാണെങ്കിലും കരയിലാണെങ്കിലും നീ ചൊരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പള്ളിക്കാട്ടില്ല, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകുക, റഹ്മത്ത് നൽകുക. അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ റബ്ബേ, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد
سلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه